ആഴ്ചയാണ് ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാനെ തിരഞ്ഞെടുത്തത്. വളരെ ഒരു ഏറ്റുമുട്ടലില്ലാണ്ട് ഇലക്ഷൻ ഇല്ലാണ്ട് അൽഹംദുലില്ലാ അതിൽക്കൊക്കെ നേതൃത്വം വഹിച്ചത് ഞാനാണ്. ഞാൻ മെമ്പറാണെങ്കിൽ പോലും അൽഹംദുലില്ലാ അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, നമ്മൾ പോയ ആ സ്ഥലങ്ങളൊക്കെ അള്ളാഹു നമുക്ക് ഫത്ഹാക്കി തരും. ഇനിയിപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മൾ പുതുതായി ഇപ്പോൾ മാംഗ്ലൂരിൻ്റെ ഹജ്ജ് ഓഫീസ് മുടിപ്പിൽ തുടങ്ങി. മുടിപ്പിൽ തുടങ്ങി, കർണാടകയാണല്ലോ. അതെ, മുടിപ്പിൽ തുടങ്ങി. ഇനിയിപ്പോൾ 18-ാം തീയതി ഹജ്ജ് ചെയർമാനടക്കം 2-3 ഓഫീസേഴ്സ് വരുന്നു. ഇവിടെ മംഗലാപുരത്തുള്ള ആളുകളുടെ എല്ലാ പാസ്പോർട്ട് കളക്ട് ചെയ്യൽ, അവരുടെ പൈസൻ്റെ കാര്യങ്ങൾ, അവരുടെ മറ്റ് ഹജ്ജിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഞങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട്. അതിനുവേണ്ടി ഒരു സെക്രട്ടറിയെ ഞാൻ എൻ്റെ ഓഫീസിൽ നിയോഗിച്ചിട്ടുണ്ട്. വളരെ ആരോഗ്യകരമായിട്ട് അത് വളരെ സന്തോഷമാണ് എനിക്ക് ആ വിഷയത്തിലൊക്കെ. കാരണം നമ്മൾ എത്ര കണ്ട് കഴിയുന്നത്രയാണ്. പിന്നെ ഇന്നത്തെ കർണാടക സർക്കാർ അൽഹംദുലില്ലാ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഈ വിഷയത്തിൽ നൽകുന്നത്. ഒരുപാട് നവോത്ഥാനങ്ങൾ എന്ന് മാത്രമല്ല, നമുക്ക് നല്ല പിന്തുണ കിട്ടും. പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പിന്തുണ ലഭിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ നല്ല പിന്തുണ ലഭിക്കും. നന്നായി പോകുന്നുണ്ട് അൽഹംദുലില്ലാ. ആ വിഷയത്തിലൊക്കെ വളരെ സന്തുഷ്ടനാണ് ഞാൻ.